പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം. കണ്ടംകുളത്തി ബോണോ കെയർ ക്യാപ്സ്യൂൾ സ്നേക്ക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ കഴിഞ്ഞ യാത്രയുടെ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞങ്ങൾ ഇന്ന് ഈ ഭാഗത്ത് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് യാത്രയിൽ കിട്ടിയ അതിഥികളെയല്ല, യാത്രയിൽ കിട്ടിയ അതിഥികളാകുന്നതിന് മുന്നേ ഉള്ള കുറച്ച് മുട്ടകളാണ്. ഇന്ന് നമ്മുടെ അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ ഇതിന് മുന്നേ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഞങ്ങൾ ഈ അതിഥികളുടെ മുട്ട വിരിയുന്നതിന് മുന്നേ ഉള്ള അതിഥികളാണ്. മുട്ട വിരിയുന്നതിന് മുന്നെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തി. ഇപ്പോൾ ആ മുട്ടകളൊക്കെ വിരിഞ്ഞു വന്നിരിക്കുന്നു. പുറത്ത് കുറച്ച് പേര് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറേ ആൾക്കാർ തല പുറത്തേക്ക് ഇട്ടെങ്കിൽ പുറത്തേക്ക് വരാനായി വെമ്പലായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് സ്നേക്ക് മാസ്റ്റർ ടീം പരിചയപ്പെടുത്തുന്നത് മുറുക്കൻ പാമ്പിൻ്റെ കുഞ്ഞുങ്ങളെയല്ല, അല്ലെങ്കിൽ അണലിയുടെ കുഞ്ഞുങ്ങളെയല്ല. ഇത് കുറച്ച് വ്യത്യസ്തരായ, കാരണം അപൂർവമായിട്ട് മാത്രം കണ്ടുവരുന്ന ഒരിനം അതിഥിയാണ്. എൻഡേഞ്ചറസ് സ്പീഷ്യസ് പട്ടികയിൽ ഇന്ത്യൻ ഫോറസ്റ്റിൻ്റെ ആക്റ്റിൽ ഒന്നാമതായി നിൽക്കുന്ന അതിഥിയാണ് പൈത്തൺ അഥവാ പെരുമ്പാമ്പ്, അഥവാ റോക്ക് പൈത്തൺ എന്നൊക്കെ അറിയപ്പെടുന്ന മലമ്പാമ്പും പെരുമ്പാമ്പും എന്നൊക്കെ അറിയപ്പെടുന്ന അതിഥികളാണ്. എന്തായാലും നമുക്ക് പരിചയപ്പെടാം നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്ന് നമ്മുടെ വ്യത്യസ്തരായ അതിഥികൾ. എന്തായാലും ഞങ്ങൾ സ്നേക്ക് മാസ്റ്റർ ടീം ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുന്ന അതിഥി, ഞാൻ പറഞ്ഞതുപോലെ കുഞ്ഞന്മാരെ പരിചയപ്പെടുത്തുന്നു. കുഞ്ഞന്മാരെ മാത്രമല്ല, നിങ്ങൾക്ക് ലൈവായി നമ്മുടെ ചാനലുകളിൽ, നമ്മുടെ കേരളത്തിലും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ചാനലുകളിലും നമുക്ക് കാണാൻ കഴിയാത്തൊരു പ്രത്യേകതയാണ് പാമ്പിൻ്റെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരും. അപൂർവം. ഇത് നമ്മളെന്തായാലും എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ പാമ്പിനെ പിടിച്ചുകൊണ്ട് തുറന്നു വിടാനായി വെച്ചിരുന്ന സമയത്ത് എനിക്ക് കിട്ടിയ മുട്ടകളും അതുപോലെ തന്നെ പല സ്ഥലത്തു നിന്നും മുട്ട ശേഖരിച്ചുകൊണ്ടിരുന്ന മുട്ടകളുമായിട്ടാണ് വിരിഞ്ഞ് ഈ 18 മുട്ടകളുടെ പ്രത്യേകത. ഞാൻ ആലപ്പുഴയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ഒരു പെരുമ്പാമ്പ് 24 മുട്ടകൾ ഇട്ടതിൽ 6 മുട്ടകൾ കേടായിപ്പോയി. കാരണം ആ മുട്ട അവിടെ തന്നെ പിടിച്ച സമയത്തൊക്കെ വയറിൽ ക്ഷതമുണ്ടായിട്ട് കേടായിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ് 18 മുട്ടകളാണ് ഈ വിരിയാറായി കുഞ്ഞുങ്ങളിങ്ങനെ തല പുറത്തേക്ക് ഇട്ടുന്നത്. പക്ഷേ ഇതിപ്പോൾ 2 ദിവസത്തിൽ കൂടുതലായി എൻ്റെ വീട്ടിലിങ്ങനെ ഈ മുട്ടയ്ക്ക് തല പുറത്തേക്ക് ഇട്ടിരുന്നു. അപ്പോൾ ഇനി ഇത് വെക്കുമ്പോൾ ഇനി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല. ഈ അതിഥികളെ പൊട്ടിച്ച് പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുകയാണ്. എടുത്ത് വൃത്തിയാക്കി ചാക്കിലേക്ക് മാറ്റി വെക്കേണ്ടത്. 2 ദിവസത്തിനകത്ത് കാട്ടിൽ പോകേണ്ടതുള്ളതുകൊണ്ട്, പെട്ടെന്ന് തുറന്നു വിടേണ്ടതുള്ളതുകൊണ്ട് നമ്മൾ ഈ അതിഥികളെ പരിചയപ്പെടുത്തി. ഇതിനകത്ത് അതിഥികളുണ്ട്, നമുക്ക് പരിചയപ്പെടാം. ഇതിനകത്ത് ഇപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ ഏറെയാണ്. നമുക്ക് കാണാം. ഇദ്ദേഹത്തെ ഈ വേസ്റ്റിൽ ബാക്ടീരിയ ഈച്ച വന്നിട്ട് മുട്ടയിട്ട് തുടങ്ങി. അപ്പോൾ നമ്മൾ ഇനി ഇതിനകത്ത് മുട്ടയ്ക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് അപകടം ഉണ്ടാവും. നമ്മളപ്പോൾ അതിന് മുട്ട ഇത് വൃത്തിയാക്കിയില്ല എങ്കിൽ ഈ ഈച്ച വന്ന് മുട്ടയിട്ടിട്ട് അതിൻ്റെ പുഴുവായിട്ടുണ്ട്. അപ്പോൾ ആ പുഴു ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി ഇവ ജീവിക്കത്തില്ല, ഇവയ്ക്ക് മരണം സംഭവിക്കും. അപ്പോൾ നമ്മൾ ഇവരെ ഓരോരുത്തരെയായിട്ട് ഇനി നമ്മൾ പുറത്തെടുത്ത് വൃത്തിയാക്കി പുറത്ത് കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ ഈ കൊച്ചു പുഴുക്കളൊക്കെ നമ്മളതിൻ്റെ വേസ്റ്റൊക്കെ എടുത്ത് കളയുമ്പോൾ പുഴുവൊക്കെ നമ്മൾ വൃത്തിയാക്കേണ്ടതുണ്ട്. ഈ വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊരു ചാക്കിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഇപ്പോൾ ഒരാൾ നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇതൊക്കെ പുറത്ത് വരേണ്ട സമയം കഴിഞ്ഞു. യഥാർത്ഥത്തിൽ പുറത്ത് വരേണ്ട സമയം കഴിഞ്ഞു. ഇതെല്ലാം വിരിയേണ്ട സമയം കഴിഞ്ഞു, ദിവസം കഴിഞ്ഞതാണ്. പക്ഷേ ഇവ എനിക്ക് തോന്നുന്നത് മുട്ടയിൽ തള്ളയൊന്നും അനങ്ങാത്തത് കൊണ്ടായിരിക്കാം അത് അതേപടി തന്നെ ഇരിക്കുന്നത്. അതുപോലെ വേസ്റ്റ് അപ്പോൾ ഇത് പെട്ടെന്ന് ജനിച്ചാലുടനെ പെട്ടെന്ന് കടിക്കും. ചെറിയ കുഞ്ഞു പല്ലായിരിക്കും. കടിച്ചു എന്ന് പറഞ്ഞാൽ വേറെ അപകടമൊന്നും ഉണ്ടാവുന്നില്ല. മുതൽ 70 ദിവസത്തോളം കാലാവധി എടുക്കുമ്പോൾ മുട്ട വിരിയാനായിട്ട് 65 മുതൽ 70 ദിവസത്തോളം കാലാവധി ഉണ്ട് വിരിയാനായിട്ട്. എൻ്റെ വീട്ടിൽ മുട്ട വിരിയാനായിട്ട് സമയമാണ് 65 ദിവസം വേണ്ടി, 68 ദിവസം വേണം, 69 ദിവസം വേണ്ടിയിട്ടുണ്ട്, 70 ദിവസം വിരിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ 68 ദിവസം കഴിഞ്ഞു. ഇതൊക്കെ 2 ദിവസങ്ങൾക്ക് മുന്നേ വിരിയേണ്ടതാണ്. ഇത് 2 ദിവസം മുന്നേ പുറത്തേക്ക് ഇറങ്ങേണ്ടതാണ്. പക്ഷേ അവർ
ആ മുട്ടയിൽ തന്നെ അങ്ങനെ അങ്ങ് ഇരുന്നു. ഇത് ഇപ്പോൾ വിരിയേണ്ട സമയം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാം ഒരു ദിവസം ഒരേപോലെ വിരിഞ്ഞിറങ്ങുകയല്ല, മണിക്കൂറുകളുടെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. ഇതിന് ആദ്യത്തെ മോഷൻ, ഇതിവിടെ ആദ്യത്തെ മോഷനാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം മുട്ടയിൽ നിന്ന് പുറത്തേക്കെടുത്ത കുഞ്ഞതിഥി അദ്ദേഹം ഫീമെയിലാണ്. രണ്ടാമത് നമ്മൾ പുറത്തേക്കെടുത്ത അതിഥി മെയിലാണ്. തല കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. അതുപോലെ മറ്റൊരു പ്രത്യേകതയുള്ളൂ, ഞാൻ പറഞ്ഞു ഇവയെല്ലാം ഒരേ ദിവസം ഒരേ സമയത്ത് വിരിഞ്ഞിറങ്ങുകയല്ല കുഞ്ഞുങ്ങൾ ചെയ്യുന്നത്. ചിലപ്പോൾ 2-3 ദിവസത്തെ വ്യത്യാസത്തിലായിരിക്കും കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഈ ദിവസം കഴിഞ്ഞതുകൊണ്ട് ഈ മുട്ടയുടെ കവറിങ്ങിനകത്ത് ഈ അതിഥികളെ വെക്കുന്നത് അപകടം, ഇവയുടെ ജീവന് അപകടം ഉണ്ടാവും. നമ്മൾ അടുത്തൊരു അതിഥിയെ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. നോക്കട്ടെ അദ്ദേഹത്തിന് പുറത്തേക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കാം നമുക്ക്. ഇതും അതുപോലെ തന്നെയാണ്. നോക്കണം, ദിവസം കൂടുതലായിട്ടുണ്ട്. മുട്ട വിരിഞ്ഞ് ആ കവറിങ്ങിൽ നിന്ന് പുറത്തേക്കുള്ള സമയം കഴിഞ്ഞ അതിഥിയാണ്. ഇദ്ദേഹം മെയിൽ തന്നെ ആണാണ്. നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളാണ്. ഒരിക്കലും നമ്മളിത് കടിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ വിചാരിക്കുന്നത് ജനിച്ചൊക്കെ പല്ലുണ്ടാവില്ല എന്നുള്ളത്. ജനിച്ചാൽ ഉടനെ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരും തന്നെ പല്ലുണ്ടാവും, കടിക്കും മുറിയും, ബ്ലഡ് വരും. കണ്ടോ, പെരുമ്പാമ്പിൻ്റെ മുട്ടയുടെ കാര്യം ആലോചിച്ചപ്പോൾ എനിക്കൊരു ഫേസ്ബുക്കിൽ കണ്ട ഒരു വാർത്ത. ഈ കഴിഞ്ഞ കുറേ ദിവസമായി കണ്ണൂർ ജില്ല തട്ടേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ജനവാസ മേഖലയ്ക്ക് അടുത്ത് ആൾക്കാർ കുറേ മുട്ട കണ്ടു. മുട്ടയുടെ പുറത്തൊരു രാജവെമ്പാലയെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ രാജവെമ്പാല മുട്ടയിട്ടിരിക്കുന്നു എന്ന് കഥ പ്രചരിക്കുകയുണ്ടായി, വാർത്തകളൊക്കെ വരികയുണ്ടായി. അപ്പോൾ എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കകത്തുനിന്ന് കേരളത്തിന് വെളിയിൽ നിന്നുള്ള ഏതോ സ്നേക്ക് റിസർച്ചർ, അതായത് പാമ്പിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ആരെയൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞ ഒരു ദിവസം രാജവെമ്പാല അതിൻ്റെ പുറത്ത് കണ്ടിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഞാൻ പഠിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞിരിക്കുന്നത്, ഗ്രന്ഥങ്ങളിൽ വായിച്ചറിഞ്ഞിരിക്കുന്നതൊക്കെ, ഇംഗ്ലീഷ് ഗ്രന്ഥങ്ങളിലൊക്കെ വായിച്ചറിഞ്ഞിരിക്കുന്നതൊക്കെ രാജവെമ്പാലയുടെ മാറ്റിംഗ് സമയം അല്ലെങ്കിൽ എണ്ണച്ചൽ സമയം എന്നാൽ മെയ് മാസം അവസാനം, മെയ് കഴിഞ്ഞാൽ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇവയുടെ മാറ്റിംഗ് എന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ കാരണം വെച്ചാൽ മാറ്റിംഗ് കഴിയാതെ രാജവെമ്പാലയ്ക്ക് മുട്ടയിടാൻ സാധ്യത ഉണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കുന്നത്. എനിക്ക് അറിയാത്തൊരു കാര്യമാണ്. കാരണം എണ്ണ ചേർന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ രാജവെമ്പാലയുടെയും മാറ്റിംഗ് ഒരേ സമയത്ത് ഒരേ കാലയളവിലാണ് നടക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നേരത്തെ മുട്ടയിടാൻ സാധ്യതയില്ല. പിന്നെ ഇപ്പോൾ ഇവർ പറഞ്ഞതിൽ വേറെ ഒന്നും സംഭവിക്കാം, അവന് പറയാൻ കഴിയില്ല. എന്തെങ്കിലും ഒന്നും സംഭവിക്കാം. ചിലപ്പോൾ പെരുമ്പാമ്പ് ഇട്ട മുട്ട, പെരുമ്പാമ്പ് ഏതെങ്കിലും ചപ്പിനകത്ത് മുട്ട ഇട്ടതിന് ശേഷം അതിനകത്ത് കാവലിരിക്കുന്ന സമയത്ത് ആ ഭാഗത്തുണ്ടായിരുന്ന രാജവെമ്പാല വന്ന് ഈ പെരുമ്പാമ്പിനെ ഭക്ഷിച്ചിരിക്കാം. എന്നിട്ട് പെരുമ്പാമ്പ് വയറ്റിലായതുകൊണ്ട് രാജവെമ്പാല അതിൻ്റെ പുറത്ത് ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാണ്ട് 1-2 ദിവസം തങ്ങിയിരിക്കാം. അത് കഴിഞ്ഞ് രാജവെമ്പാല അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയിരിക്കാനുള്ള സാധ്യത കൂടുതൽ. എന്തായാലും രാജവെമ്പാലയുടെ മുട്ട എന്ന് തന്നെയാണ് പ്രചരിച്ചിരിക്കുന്നത് കൊണ്ട് എന്തായാലും ഗവേഷകൻ അദ്ദേഹം അവിടെ സ്ഥലത്തുണ്ട്, അവിടെ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിലാണ് അവിടെ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഞാൻ നേരിട്ട് അവരൊക്കെ വന്നതുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നത്. എന്താണെന്ന് അറിയാനൊന്ന് പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റുള്ള ആൾക്കാർ വരുമ്പോൾ നമ്മളവിടെ പോയി അവർക്കൊരു ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട എന്നുള്ളത് കൊണ്ട് അതിൽ നിന്ന് പിന്മാറി. എന്തായാലും അടുത്ത ദിവസം പോകണമെന്ന് പറഞ്ഞിരുന്നതാണ്, പോയില്ല. നമുക്ക് കാണാം, മുട്ടയിൽ നിന്ന് തല പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയാണ്. 5 മിനിറ്റിനകത്ത് അദ്ദേഹം പുറത്തേക്ക് തല നല്ല നീളത്തിൽ പുറത്തേക്ക് ഇടുന്നത് നമുക്ക് കാണാം.
നമ്മുടെ അതിഥികളെല്ലാം ഇങ്ങനെ മുട്ടയിൽ നിന്ന് പുറത്തേക്ക് വരാനായി വെമ്പിയിരിക്കുകയാണ്. എല്ലാവരും തലയിട്ടിരിക്കുകയാണ്. നമുക്ക് കാണാം, എല്ലാവരും ഇങ്ങനെ തല പുറത്തേക്കിട്ടിരിക്കുകയാണ്. അവർക്കൊന്ന് ഇറങ്ങിയാൽ മതി. ഇറങ്ങിയാൽ ഉടനെ അവർക്ക് രക്ഷപ്പെട്ട് പോകാൻ വേണ്ടി അവർ എല്ലാവരും ഇങ്ങനെ റെഡിയായിരിക്കുകയാണ്. അവർക്ക് ഇറങ്ങി അങ്ങ് എവിടെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി എന്നുള്ളൊരവസ്ഥയാണ് ഇവരൊക്കെ. കാരണം ഇവരിനി ഇതിലിരിക്കുന്നത് അപകടമാണ്. കാരണം ഇനി ഒരു ദിവസം കൂടി ഇവർ ഇതിലിരുന്ന് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന അപകടം എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ഇവയൊക്കെ മരണപ്പെടും. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവരെ ജീവനിലേക്ക് കൊണ്ടുവന്നിട്ട് ജീവനാവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളിവരെ മരണാവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ നമ്മൾ എന്തായാലും എല്ലാവരെയും പുറത്തേക്ക് നമുക്ക് കാണാം. ഇവരുടെയൊക്കെ ശരീരമൊക്കെ ഡ്രൈ ആയി തുടങ്ങി. എൻ്റെ ആ വേസ്റ്റൊക്കെ ഡ്രൈ ആയി തുടങ്ങി. അപ്പോൾ അതിൻ്റെ വിരിയേണ്ട സമയം കഴിഞ്ഞു. പൊക്കിൾ കൊടി ബന്ധമെന്ന് പറഞ്ഞാൽ എല്ലാ കണക്ഷനൊക്കെ കട്ടായിരിക്കുകയാണ്. കണക്ഷനൊക്കെ ആ മുട്ടയായിട്ടുള്ള ബന്ധം കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ മുട്ടയ്ക്ക് കുഞ്ഞുങ്ങൾ വരുമ്പോൾ തന്നെ നമുക്ക് കാണാം, നമ്മുടെ പ്രേക്ഷകർ കാണാൻ പറ്റുന്നുണ്ട്. ഇവ വിരിയുമ്പോൾ തന്നെ ഇതൊക്കെ വെള്ള കൂടിയ കളറുണ്ട്. ഇതൊരു കാപ്പിപ്പൊടി കളറാണ്. ഇതിന് ചെറിയൊരു അല്പക്കൂടി കാപ്പിപ്പൊടി കളറുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ ഓരോന്നും പഠിച്ച് ഇത് മുട്ട വിരിയിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് പഠിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ എഴുതി വെക്കുന്ന ബുക്കിൽ നിന്ന് മാത്രമേ നമുക്ക് കണ്ട് പഠിക്കാൻ കഴിയുകയുള്ളൂ. ഇവരൊക്കെ യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരേണ്ട സമയം കഴിഞ്ഞിട്ട് അവർ പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ നമ്മളിനി അവരെ ഓരോരുത്തരെയും ഇനി ഇതിനകത്ത് വെക്കുന്നത് അപകടമാണ്. ഞാൻ എപ്പോഴും പറയും പോലെ സെക്ഷനിൽ നിന്ന് ഒരു മുട്ട മാത്രമാണ് ബാക്കിയുള്ളത്. ബാക്കിയെല്ലാം മുട്ട വിരിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി ഇവരെ ഓരോരുത്തരെയായിട്ട് നമ്മൾ ചാക്കിലേക്ക് മാറ്റുകയാണ്. കാരണം ചാക്കിലേക്ക് മാറ്റുമ്പോൾ ഇവരുടെ ശരീരത്തിലെ വേസ്റ്റൊക്കെ അങ്ങ് ചാക്കിലേക്ക് മാറും. അപ്പോൾ നമ്മളിതിന് മുന്നേ നമ്മളെന്തായാലും നമ്മുടെ ഈ സെക്ഷനിലും 1-2 ദിവസങ്ങൾക്ക് മുന്നേ വിരിഞ്ഞ കുറച്ച് അതിഥികളിവിടെ ഉണ്ട്. അവരെയും കൂടി നമ്മൾ ഒരുമിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. കാരണം അവരെ നമുക്ക് കാണാം, ഈ മുട്ട വിരിഞ്ഞ് വന്ന ഒരാഴ്ചയ്ക്ക് മുന്നേ ഉണ്ടാകുന്ന കളർ വ്യത്യാസങ്ങളും അതുപോലെ മുട്ടയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കും. ഇത് കടിക്കുന്നത് കാണാം. ഇങ്ങനെ കടിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ നമ്മളെ. അപ്പോൾ നമുക്ക് ആ കുഞ്ഞന്മാരൊക്കെ ഒന്ന് പരിചയപ്പെടാം. നമ്മളെന്തായാലും മറ്റുള്ള 2-3 ദിവസങ്ങൾക്ക് മുന്നേ വരുന്ന മറ്റുള്ള അതിഥികളെ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ അദ്ദേഹത്തെ ഒന്ന് പുറത്തേക്ക് എല്ലാവരും ഓടിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നാലും ഈ 2-3 ദിവസം മുന്നേ വിരിഞ്ഞ അതിഥികളാണ്. അവർ പോകുന്നത് നമുക്ക് കാണാം. മലമ്പാമ്പുകളെ 2 ജാതികളായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. ഇതിലൊന്ന് ഇന്ത്യൻ പൈത്തൺ അഥവാ റൂറൽ പൈത്തൺ എന്നും രണ്ടാമതായി റെറ്റിക്കുലസ് പൈത്തൺ എന്നുമാണ് അറിയപ്പെടുന്നത്. ഈ 2 ജാതിക്കാരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അവയുടെ നീളത്തിലും തൂക്കത്തിലുമാണ്. നമ്മുടെ ഭാരതത്തിൽ കണ്ടുവരുന്ന മലമ്പാമ്പുകൾ പൊതുവെ ചെറുതാണ്. ഇവയ്ക്ക് ഏകദേശം 20 അടിയോളം നീളവും 100 കിലോഗ്രാമോളം തൂക്കവും വരുമ്പോൾ റെറ്റിക്കുലാറ്റസ് പൈത്തൺ മലമ്പാമ്പുകൾക്ക് ഏകദേശം 28 അടി നീളവും 120 കിലോഗ്രാം തൂക്കവും കണ്ടുവരാറുണ്ട്. മലമ്പാമ്പുകളുടെ ശരീരം പൊതുവെ കറുപ്പ് നിറത്തിൽ ചിത്രപ്പണികളോട് കൂടിയവയാണ്. ഇവയുടെ അടിഭാഗം മങ്ങിയ വെള്ള നിറത്തോടു കൂടിയിരിക്കും. ശരീരത്തിൽ ഉടനീളം മഞ്ഞ നിറത്തിലുള്ള കളങ്ങളും കണ്ടുവരുന്നു.
വളരെ സാവധാനത്തിൽ മാത്രമേ ഇവ സഞ്ചരിക്കാറുള്ളൂ. വെള്ളത്തിൽ അതിവിദഗ്ധമായി നീന്തുവാനും ദീർഘനേരം വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ച് മുങ്ങിക്കഴിയുവാനും ഇവയ്ക്ക് കഴിവുണ്ട്. ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഇവ ഇണചേരുന്നത്. 100ഓളം മുട്ടകളിടുകയും പെൺപാമ്പുകൾ മുട്ടകൾക്ക് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കുകയും ചെയ്യും. ഈ പ്രക്രിയയ്ക്ക് ഏകദേശം 2 മാസം കാലയളവ് വേണ്ടിവരും. ജനിക്കുന്ന പാമ്പിൻ കുഞ്ഞിന്റെ വായിൽ ഉളി പോലുള്ള പല്ലുണ്ട്. അത് ഉപയോഗിച്ചാണ് ഇവ മുട്ട പൊട്ടിച്ച് പുറത്തു വരുന്നത്. ഈ പല്ല് പിന്നീട് പൊഴിഞ്ഞു പോകും. മലമ്പാമ്പുകൾക്ക് ഏകദേശം 20 വർഷത്തെ ആയുസ്സുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. എനിക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം, കഴിഞ്ഞ കുറേ ദിവസമായി ഫേസ്ബുക്കിൽ ഒരു വാർത്ത ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വേറൊന്നല്ല, അതൊരാൾ കുറച്ച് പെരുമ്പാമ്പിൻ്റെ മുട്ട വിരിയിച്ചതിന് ശേഷം അതിൻ്റെ അടിക്കുറിപ്പായി കൊടുത്തിരിക്കുന്നു, ഞാൻ ഇൻക്യുബേറ്ററിൽ വെച്ച് മുട്ട വിരിയിച്ച പെരുമ്പാമ്പിൻ്റെ കുഞ്ഞുങ്ങളെന്നാണ്. ഒരു കാരണവശാലും ഇൻക്യുബേറ്ററിൽ വെച്ചാൽ പാമ്പിൻ്റെ മുട്ട ഇൻക്യുബേറ്ററിൽ വെച്ചാൽ വിരിയുകയില്ല എന്നുള്ളതെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. കാരണം കോഴിയെ മറ്റ് പക്ഷികളെ പോലെയൊന്നും അല്ല പാമ്പിൻ്റെ മുട്ട. കോൾഡ് ബ്ലഡ്, തണുത്ത രക്തമാണ്. അപ്പോൾ നമുക്കൊരിക്കലും അത് ഇതിൽ ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിക്കാൻ പറ്റുന്നൊരു സാധനമല്ല. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇതിപ്പോൾ നിങ്ങൾ കാണാം, 1 2 കള്ളലല്ല ഈ അതിഥികളെ കണ്ടു. നമ്മൾ മുട്ട വിരിയിച്ച സമയത്തൊക്കെ ഇദ്ദേഹത്തിൻ്റെ ദേഹത്തുള്ള കട്ട, ആ തെളിഞ്ഞു വരുന്ന കട്ടകളൊക്കെ വേറെ വേറെ കട്ടകളായിരുന്നു. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഇതിലും ഇത് കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ആ കട്ടകൾക്ക് അല്ലെങ്കിൽ ആ മാർക്കുകൾക്ക് വ്യത്യാസം ഉണ്ടാവും. ഇതിപ്പോൾ മുട്ട വിരിഞ്ഞ ഉടനെ ആയതുകൊണ്ടായിരിക്കാം ഈ ലൈറ്റ് കളറ്. അതുമാത്രമല്ല, മുട്ട വിരിഞ്ഞ ഉടനെ ഇവർ കടിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് തെളിയിച്ചതാണ്. അതുപോലെ മുട്ട വിരിഞ്ഞ ഉടനെ തന്നെ മുട്ടയിൽ നിന്ന് വരുമ്പോൾ തന്നെ പല്ലുകളുണ്ടെന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞു. അതുപോലെ തന്നെ വെനമുള്ള പാമ്പുകൾ, അണലിയുടെയും മൂർഖൻ്റെയും ശംഖുവിൻ്റെയും ഒക്കെ മുട്ട വിരിയുമ്പോഴൊക്കെ അവർക്ക് ഗ്ലാൻഡും പല്ലും വെനവും ഒക്കെ ഉണ്ടാവും എന്നുള്ളത് മറന്നു പോകാതിരിക്കുക. കുഞ്ഞൻ അതിഥികളെയൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ ഒരു വ്യത്യസ്തനായ അതിഥിയുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും, സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക്ക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ: kaumudi.tvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.